കുക്ക് സോഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഇന്ന് ഞാൻ ഞാലിപ്പൂവമ്പഴം ചേർത്ത ഒരു ഗോതമ്പ് ദോശയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ ഞാലിപ്പൂവമ്പഴമാണ് ചേർത്തിരിക്കുന്നത്. റോബസ്റ്റായോ ഏത്തപ്പഴോ ഏത് വേണേലും ഇതിൻ്റെ അകത്ത് ചേർക്കാം. ആവശ്യത്തിന് മധുരം ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലൊരു ദോശ ഉണ്ടാക്കാം. ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ദോശയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. cookWithSophie.in എന്ന വെബ്സൈറ്റും സന്ദർശിക്കണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ ചേരുവകളെന്നും നമുക്കൊന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടി. ഇത് വറക്കാത്ത പച്ചപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് ശർക്കര ചുരണ്ടിയത്. ഇത് 10 ഞാലിപ്പൂവമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ പഴമാണ്. വലുതാണെങ്കിൽ ഒരു 6-7 എണ്ണം മധുരത്തിനനുസരിച്ച് ചേർക്കാം. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം. നമുക്ക് ഈ പഴവും ശർക്കരയും ജീരകവും ഏലക്കാപ്പൊടിയും കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പഴം പൊളിച്ച് ജാറിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ചെറിയ പഴമായതുകൊണ്ട് ഇത് 10 എണ്ണം പൊളിച്ച് കഴിഞ്ഞ് ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര, ഏലക്കാപ്പൊടി, ജീരകം, ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരക്കണം. ഇത് പഴവും ശർക്കരയും ഏലക്കാപ്പൊടിയും ജീരകവും കൂടെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്കങ്ങ് മാറ്റി വെക്കാം. നമുക്ക് ഈ ഗോതമ്പ് പൊടിയും അരച്ചു വെച്ചിരിക്കുന്നത് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഞാൻ 240 ml കപ്പിനാണ് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇത് നമ്മൾ ദോശയായിട്ട് ചുട്ടെടുക്കുന്നതുകൊണ്ട് അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേ വെള്ളം ഒഴിക്കാവുള്ളൂ. ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ലൂസാക്കി എടുക്കണം. ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കട്ട പിടിച്ച് പോകരുത്. പതുക്കെ പതുക്കെ ഇത് ലൂസാക്കി എടുക്കണം. ഇതുപോലെ ഒരു ദോശ ബാറ്ററിന്റെ അയവിൽ കിട്ടണം. ഇതുപോലത്തെ ഈ അയവിൽ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ലൂസായിട്ട് അങ്ങ് വീഴുകയും വേണം. ഒത്തിരി നമ്മൾ പരത്തുന്നില്ല. പിന്നെ ഇതിന്റെ മധുരം ഉപ്പും നോക്കിയിട്ട് അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് മധുരം വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. എനിക്ക് ഈ മധുരം മതി, അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ശർക്കര എടുത്തത്. കല്ലിലേക്ക് ലേശം എണ്ണ തൂത്ത് കൊടുക്കാം. നമുക്ക് ഓരോ തവി ഒഴിച്ച് ദോശ ഉണ്ടാക്കാം. ഒത്തിരി പരത്തണ്ട, എങ്കിലും അല്പം ഒന്ന് പരത്തി കൊടുക്കണം. ഇപ്പൊ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. കുറച്ചൊന്ന് കൂട്ടി കൊടുക്കണം. നമുക്കിതൊന്ന് മറിച്ചിടാം. ഞാലിപ്പൂവമ്പഴം ചേർത്ത മധുരമുള്ള ഗോതമ്പ് ദോശ റെഡിയായി. നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടു കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സായി അറിയിക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.